അനീഷ്, തൃശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് ഇത്തരത്തിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു എന്ന വിവരം ലഭിക്കുന്നത്. നിലവിൽ ആനയെ തളച്ചിട്ടുണ്ടോ? ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും ആനയെ മാറ്റിയിട്ടുണ്ടോ? ഈ ഒരു പരിക്കേറ്റവർക്കൊക്കെ അവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിനെത്തിച്ച വാഴ്വാടി കാശിനാഥൻ എന്ന് പറയുന്ന ആനയാണ് ഈ രണ്ടാം പാപ്പൻ, ആനയുടെ രണ്ടാം പാപ്പനായിട്ടുള്ള 25 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീകുട്ടൻ എന്ന രണ്ടാം പാപ്പാനെ നെഞ്ചിൽ ചവിട്ടി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിനിടെ ഒന്നാം പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട്. ഒന്നാം പാപ്പാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 പാപ്പാന്മാരാണ് ഈ ആനയ്ക്കുള്ളത്. ഒന്നാം പാപ്പാനെയും ആ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് മൂന്നാം പാപ്പാൻ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ആന ഇപ്പോഴും ആ പറമ്പിൽ, ആ ഷെഡിൽ, താച്ചിരിക്കുന്ന ഷെഡിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രി ഇതേ ആന വിളക്ക് എഴുന്നള്ളിപ്പിന് എത്തിച്ചിരുന്നു. ആ എത്തിച്ച സമയത്ത് ചെറുതായി ഒന്ന് ഇടഞ്ഞിരുന്നു. ആ ഇടഞ്ഞ സമയത്ത് ആനയുടെ ഒപ്പം നടന്നിരുന്ന 2 പേർ അവിടെ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതോടെ ഈ ആനയുടെ പാപ്പാന്മാർ ചേർന്ന് ഈ ദേവസ്വത്തിന്റെ തന്നെ പറമ്പായ പറമ്പിലേക്ക്, ആ കാണുന്ന ഇപ്പോൾ ആന നിൽക്കുന്ന അതേ സ്ഥലത്തുള്ള ഷെഡിൽ കൊണ്ടുവന്ന്, കൊട്ടിലായ്ക്കൽ പറമ്പെന്ന് പറയും ഈ പറമ്പിനെ, ആ പറമ്പിൽ കൊണ്ടുവന്ന് തളച്ചിടുകയായിരുന്നു. ആന ഇന്നലെ രാത്രി കൊണ്ടുവന്ന് തളച്ച ആന ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനിടെയാണ് ഇന്ന് ഉച്ചയോടെ ആന വീണ്ടും അക്രമാസക്തനായത്. ആ ഷെഡ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആനയെ കെട്ടിയിട്ടിരുന്നതിനാൽ ഭാഗ്യവശാൽ ആന ഓടി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അത് മാത്രമാണ് ഈ സംഭവത്തിലെ ഏക ആശ്വാസകരമായ കാര്യം. ആന ഈ പ്രശ്നമുണ്ടാക്കി, ഉച്ചയോടെ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയപ്പോൾ ഈ രണ്ടാം പാപ്പാൻ, മരണപ്പെട്ട രണ്ടാം പാപ്പാനും ഒന്നാം പാപ്പാനും ഉൾപ്പെടെ 3 പാപ്പാന്മാരും ചേർന്ന് ആനയുടെ അടുത്തേക്ക് ചെന്ന സമയത്താണ് ഈ രണ്ടാം പാപ്പാനായിട്ടുള്ള മരണപ്പെട്ട ശ്രീകുട്ടൻ എന്ന് പറയുന്ന രണ്ടാം പാപ്പാനെ നിലത്തേക്ക് തട്ടിയിട്ട ശേഷം നെഞ്ചിൽ ചവിട്ടി മാരകമായി പരിക്കേൽപ്പിച്ചു. ഇതാണ് മരണകാരണമായി പറയുന്നത്. നെഞ്ചിലേറ്റ ചവിട്ടാണ് മരണകാരണമായി പറയുന്നത്. അതിനിടെ ഒന്നാം പാപ്പാൻ വീണ് ഒന്നാം പാപ്പാനും പരിക്കേറ്റിരുന്നു. ഈ ഇരുവരെയും, പരിക്കേറ്റ ഒന്നാം പാപ്പാനെയും അതുപോലെ മരണപ്പെട്ട ശ്രീകുട്ടൻ എന്ന് പറയുന്ന രണ്ടാം പാപ്പാനെയും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകുട്ടൻ മരണപ്പെടുകയായിരുന്നു. ഒന്നാം പാപ്പാൻ ഇപ്പോഴും ചികിത്സയിലാണ്. ആന ആ ഷെഡിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഈ ഇന്നലെ രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടെ ഈ ആന ചെറിയൊരു ഇടച്ചിലുണ്ടായതോടെ ദേവസ്വം ഇടപെട്ട ആനയെ ഇന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാപ്പാന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനിടെ വനം വകുപ്പ് ഈ സ്ഥലത്തെത്തി ആനയെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആനയെ കൊണ്ടുപോകാനാകൂ എന്നുള്ളൊരു കാര്യം ആനയുടെ പാപ്പാന്മാരോട് അറിയിച്ചു. അതേ തുടർന്നാണ് ആനയെ വീണ്ടും ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ അവിടെ തന്നെ കെട്ടിയിട്ടിരുന്നത്. അതിനിടെയാണ് ഈ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ആന പ്രകോപിതനാണ്. ഇടച്ചിലാണ്. ആ ഷെഡ് തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. 4 ഇരുമ്പിന്റെ തൂണുകളിൽ ഷീറ്റ് മേഞ്ഞ ഒരു ഷെഡാണ്. ആ സ്ഥലത്ത് മറ്റ് ആനകളും ഉണ്ട്. ഈ ഉത്സവത്തിന് എത്തിച്ച മറ്റ് ആനകളും ഉണ്ട്. ഈ ആനയെ തളച്ച് ഇട്ടിരിക്കുന്നത്, രാത്രി കൊണ്ടുവന്ന് തളച്ച് ഇട്ടിരിക്കുന്നതിനാൽ മാത്രമാണ് ആന അവിടെ നിന്നും ഓടി ഇന്ന് എറണാകുളത്ത് ഉണ്ടായതുപോലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും എത്താതിരുന്നത്. എന്തായാലും ആന ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 3 പാപ്പാന്മാരും ഇപ്പോൾ അവിടെ ഇല്ല. രണ്ടാം പാപ്പാൻ മരണപ്പെട്ടു. ഒന്നാം പാപ്പാൻ ചികിത്സയിലാണ്. മൂന്നാം പാപ്പാൻ ഒന്നാം പാപ്പാൻ ചികിത്സയിലുള്ള ഒന്നാം പാപ്പാന്റെ അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. അരുണിമ. ശരി, വ്യക്തമാണ്. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ച ആനയും ഇത്തരത്തിൽ ഇടഞ്ഞിരിക്കുകയാണ്. പാപ്പാനെ ചവിട്ടിക്കൊന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രണ്ടാം പാപ്പാനായിട്ടുള്ള ശ്രീകുട്ടനാണ് മരിച്ചിട്ടുള്ളത്. പരിക്കേറ്റിരിക്കുന്ന ഒന്നാം പാപ്പാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ആനയെ തളച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ആന ഇപ്പോൾ ശാന്തനായി തന്നെ തുടരുകയാണെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.